Ramanuja Institute of Accounting. Your perfect career craftsman. Hi all. ഇന്ന് ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യാന്ന് പഠിച്ചു അല്ലേ? എങ്ങനെയാണ് ഒരു ജേണൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇന്ന് നമുക്ക് ജേണൽ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു ഓപ്ഷനുകളുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. എന്താണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്? ഒരു ബിസിനസ്സിൽ ബാങ്കിനുള്ള പങ്ക് എന്താണ്? ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ബാങ്ക് അക്കൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഏതൊരു ബിസിനസ്മാനും എപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കും. അവരുടെ സർപ്ലസ് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ബാങ്ക് ത്രൂ ആണ് ഒട്ടുമിക്ക ട്രാൻസാക്ഷൻസും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം എന്താണ് banking transactions? The transactions made through bank account are called banking transaction. ഒരു ബാങ്ക് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും എന്ത് പറയുന്നു? ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബിസിനസ്സിൽ സാധാരണയായി വരാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻസുകളാണ് ഇന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ, എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ്സിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ആദ്യമായി വരുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ബാങ്ക് ത്രൂ എല്ലാ ട്രാൻസാക്ഷനും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായി വരുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്തായിരിക്കും? ബിസിനസ്സിലുള്ള ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോകുന്നു, ഗോസ് ഔട്ട്, അല്ലെങ്കിൽ ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു. ബാങ്ക് എന്ന ഒരു അക്കൗണ്ടിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും അസറ്റാണ്. ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ബാങ്ക് എന്ന മറ്റൊരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യും? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി മറ്റൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ, ക്യാഷ് വിത്ഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഓർ ബിസിനസ് പേർപ്പസ്. ബാങ്കിൽ നിന്നും ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നു, ബിസിനസിന്റെ ആവശ്യത്തിന് വിത്ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ബിസിനസ്സിൽ ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബാങ്ക് എന്ന മറ്റൊരു അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ. കസ്റ്റമറിൽ നിന്നും ചെക്ക് റിസീവ് ചെയ്തു. അപ്പൊ എന്താണ് ഇവിടെ വരുന്ന ജേണൽ എൻട്രീസ്? കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഡെപ്റ്റർ ആയിരിക്കും, നമുക്ക് ക്യാഷ് തരാനുള്ള ഒരു വ്യക്തിയാണ്, അത് അസറ്റ് ആണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ ബിസിനസ്സിൽ ചെക്ക് തരുന്നു. ചെക്ക് ലഭിക്കുമ്പോൾ ശരിക്കും എന്താണ് ട്രാൻസാക്ഷൻ? ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പം എങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്യും? ഇവിടെ നമുക്ക് നൽകുന്നത് കസ്റ്റമർ ആണ്. എന്ത് നൽകുന്നു? ചെക്ക് നൽകുന്നു. അപ്പം ഇത് എന്തിനെ എഫക്റ്റ് ചെയ്യും? നമ്മൾ തിയററ്റിക്കലി പഠിക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നാം റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട് എന്നാണ്. ഏതൊരു ബിസിനസ്മാനും ചെക്ക് റിസീവ് ചെയ്താൽ അതെന്ത് ചെയ്യും? അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുന്നതായി കാണിക്കും. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. പിന്നെ ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ജേണൽ എൻട്രി വന്നു അല്ലേ? ആദ്യം ചെക്ക് റിസീവ് ചെയ്യുന്നു, പിന്നെ ആ റിസീവ് ചെയ്ത ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ വാസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. കസ്റ്റമറിൽ നിന്ന് ലഭിച്ച ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ കാണിക്കും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. തിയറിറ്റിക്കലി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്ത് അത് ഉടനെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതായി കാണിക്കും. അപ്പം അങ്ങനെയുള്ള കേസിൽ ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷനും കൂടെ നമ്മൾ ഒരു എൻട്രിയാണ് നൽകുന്നത്. തിയററ്റിക്കലി പഠിക്കുമ്പോൾ രണ്ട് ജേണൽ എൻട്രി ആയി തന്നെ പഠിക്കുക. പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് സിംഗിൾ എൻട്രി വരുന്നത്.
അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അവിടെ ഇപ്പം നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ, ക്യാഷിന് ഡെബിറ്റ് ചെയ്തു. ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, സെയിം എമൗണ്ടിൽ ഇവിടെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഒരേ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഒരേ എമൗണ്ട് വരികയാണെങ്കിൽ അതെന്താവും, അതിൻ്റെ ബാലൻസ് 0 ആവും. അപ്പോൾ ഇവിടെ ക്യാഷ് എന്താണ്, ക്യാൻസലായി, അതിൻ്റെ വാല്യൂ 0 ആയി. പിന്നെന്തേ ഉള്ളൂ, സെക്കൻഡ് എൻട്രിയിൽ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് എൻട്രിയിൽ കസ്റ്റമറെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എൻട്രി പറയാം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ തിയററ്റിക്കലി പഠിക്കുകയാണെങ്കിൽ കസ്റ്റമറിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ഒരു എൻട്രി നൽകും, പിന്നീട് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായി കാണിക്കും. അപ്പോൾ കസ്റ്റമറിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ, പിന്നീട് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് നൽകുന്നു. പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ, ഈ 2 എൻട്രിയെയും ഒരു സിംഗിൾ എൻട്രി ആക്കി മാറ്റി. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 2 ബാങ്കിങ് ട്രാൻസാക്ഷനാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് ചെക്ക് റിസീവ് ചെയ്യുന്നു, മറ്റൊന്ന് ആ റിസീവ് ചെയ്ത ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ തിയററ്റിക്കലി നിങ്ങൾ 2 എൻട്രി ആയിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂഡ് ടു സപ്ലയർ. സപ്ലയർക്ക് ചെക്ക് നൽകുന്നു. സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരാണ്, ക്രെഡിറ്റർ അല്ലേ. നമ്മൾ അവർക്ക് ക്യാഷ് നൽകാനുണ്ടാവും, നമ്മൾ എന്തെങ്കിലും കടമായി വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മുടെ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാങ്കിലെ ക്യാഷ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കുന്നു, സപ്ലയർ എന്ന ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയർ എന്ന് പറയുമ്പോൾ എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, നൽകാനുള്ള ക്യാഷ് നൽകുമ്പോൾ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും ലയബിലിറ്റി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ചെക്കാണ് നമ്മൾ നൽകുന്നത്, അപ്പോൾ നമ്മുടെ ബാങ്ക് എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന ജേണൽ എൻട്രി എന്താണ്, സപ്ലയർ അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ചെക്ക് ത്രൂ ഉള്ള എല്ലാ ട്രാൻസാക്ഷനും എന്തായിരിക്കും, ബാങ്ക് ആയിരിക്കും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക് ഓൺ ഡെപ്പോസിറ്റ്. നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും, 1 ഇയർ കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ട് ആണോ അവിടെ ഉണ്ടാവുന്നത്, അല്ല, അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ അവിടെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ ആഫ്റ്റർ 1 ഇയർ ചെറിയൊരു പോർഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അതെന്താണ്, ഇൻട്രസ്റ്റ് ആണ്, ഡെപ്പോസിറ്റിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ്. അത് ബിസിനസ്സിന് എന്താണ്, ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന ആസെറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബാങ്കിൽ നിലവിലുള്ള ക്യാഷിനേക്കാളും ചെറിയൊരു എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ബാങ്ക് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റിന്റെ കേസിൽ ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ബാങ്കിലെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് എന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ബാങ്ക് ചാർജസ് ഫോർ ദെയർ സർവീസസ്. നമുക്ക് ഒത്തിരി സർവീസ് ബാങ്ക് ചെയ്ത് തരുന്നുണ്ടല്ലേ, അപ്പോൾ അതിന് എന്ത് നൽകണം, ബാങ്ക് ചാർജ് നൽകണം. അത് ബിസിനസ്സിന് എന്താണ്, എക്സ്പെൻസ് ആണ്. ബിസിനസ്സിന്റെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പിന്നെയോ നമ്മുടെ ബാങ്കിലുള്ള ക്യാഷാണ് അവിടെ ഡിക്രീസ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ബാങ്ക് അത് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ബാങ്കിൽ നിന്ന് അസറ്റ് ചെറിയൊരു പോർഷൻ ഡിക്രീസ് ചെയ്യുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. 2 ആവശ്യത്തിനാണ് ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്, ബിസിനസിന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഒന്ന് ബിസിനസ് പർപ്പസ്, മറ്റൊന്ന് ബിസിനസ്മാന്റെ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യാം. അപ്പം അങ്ങനെ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. നമ്മൾ മുന്നേ പഠിച്ചു. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പേഴ്സണൽ യൂസിന് എവിടെ നിന്ന് വിഡ്രോ ചെയ്താലും അതിന് എന്ത് പറയും, ഡ്രോയിങ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ചെക്ക് ഗിവൺ ബൈ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് റിട്ടേൺഡ് ഡിസോണേഡ്. എന്ന് വെച്ചാൽ എന്താണ്, കസ്റ്റമറിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെയോ
നമ്മുടെ ബാങ്ക് കസ്റ്റമറുടെ ബാങ്കിൽ പോയി ക്യാഷ് കളക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ ക്യാഷ് ഇല്ലെങ്കിൽ ആ ചെക്ക് എന്താവും, റിട്ടേൺ ആവും. അപ്പോൾ അത് നമ്മൾ കസ്റ്റമർക്ക് തിരിച്ചു നൽകും. എന്നുവെച്ചാൽ ആ ഒരു സഫിഷ്യൻറ്റ് ബാലൻസ് കസ്റ്റമറുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ലഭിക്കില്ല. അപ്പോൾ ആ ചെക്ക് റിട്ടേൺ ആവും. ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ജേണൽ എൻട്രി കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ചെക്ക് റിസീവ് ചെയ്ത് അത് നമ്മൾ അപ്പം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ് ചെക്ക് റിട്ടേൺഡ് ഡിസോണേർഡിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ചെക്ക് റിട്ടേൺഡ് ഡിസോണേർഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, ചെക്ക് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ബൈ എ കസ്റ്റമർ. ഒരു കസ്റ്റമർ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ് ജേണൽ എൻട്രി, ഇവിടെ ബാങ്ക് എന്ന ആസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെയോ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഡെപ്റ്ററാണ്, നമുക്ക് ക്യാഷ് തരാനുള്ളവരാണ്, അതൊരു അസറ്റാണ് അല്ലേ. അപ്പോൾ ക്യാഷ് തരാനുള്ളത് ഡിക്രീസ് ചെയ്യുന്നു. ഡെപ്റ്റർ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ. ജേണൽ എൻട്രി ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അക്കൗണ്ടിങ് റൂളിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, അക്കൗണ്ടിങ് റൂൾ ഓർത്ത് വെക്കുക, അതിനനുസരിച്ച് ജേണൽ എൻട്രി പാസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. എന്താണ് ട്രാൻസാക്ഷൻസ്? 2021 ഏപ്രിൽ 1. അപ്പോൾ ജേണൽ അതിൻ്റെ ഫോർമാറ്റ് വരക്കുക, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എല്ലാം ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് നൽകുക, 2021 ഏപ്രിൽ 1. എന്താണ് ട്രാൻസാക്ഷൻസ്? അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. 2 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ്സിൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. നരേഷൻ നൽകുക, സ്റ്റാർട്ടഡ് ബിസിനസ്, കമൻസ്ഡ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് എല്ലാം ഒന്ന് എൻറ്റർ ചെയ്യുക. ഏപ്രിൽ 2 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ബൈ ഇൻവെസ്റ്റിംഗ് ₹50,000. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഡേറ്റ് നൽകുക, ജേണൽ എൻട്രി ഡെബിറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, amount 50,000. April 3rd received a check from Raj ₹50,000 and deposited into bank. രാജിൽ നിന്നും 50,000 രൂപയുടെ ചെക്ക് ലഭിച്ചു, അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ജേണൽ എൻട്രി മാത്രം മതിയാകും. എങ്ങനെ എൻട്രി ചെയ്യുക? അപ്പം തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെയോ രാജ് എന്ന കസ്റ്റമറെ ക്രെഡിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു രാജ്, എമൗണ്ട് നൽകുക 50,000. ഏപ്രിൽ 4 വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ₹2,000. പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അപ്പം എന്താ ജേണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, എമൗണ്ട് 2,000. ഏപ്രിൽ 5 ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് ₹1,000. എന്ന് വെച്ചാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ബാങ്ക് അലൗ ചെയ്തു. അപ്പോൾ അത് ഇൻകം ആണ്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, 1,000 എമൗണ്ട് നൽകുക. April 6 Mr. Ram, a customer, directly deposited into bank ₹10,000. റാം അദ്ദേഹം ആരാണ്? ഒരു കസ്റ്റമർ ആണ്. നമ്മുടെ അക്കൗണ്ടിൽ നേരിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ₹10,000 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ് ബാങ്ക്, ക്രെഡിറ്റ് കസ്റ്റമർ. ഇവിടെ കസ്റ്റമർ ആരാണ്? റാം ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി എഴുതാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റാം, amount 10,000, നറേഷൻ നൽകുക. നെക്സ്റ്റ് ബാങ്ക് ചാർജസ് ₹750. അപ്പോൾ ഡേറ്റ് നൽകുക 7th. ദെൻ ബാങ്ക് ചാർജ് ബിസിനസിന് എക്സ്പെൻസ് ആണ്. ജേണൽ എൻട്രി ബാങ്ക് ചാർജ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, amount 750. The check given by Raj and deposited into bank was returned dishonored.
ഇവിടെ എമൗണ്ട് പറയുന്നില്ല. കാരണം എന്താണ്, രാജിൽ നിന്ന് ചെക്ക് ലഭിച്ച് അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആ എമൗണ്ട് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നേ, ആ ചെക്ക് റിട്ടേൺഡ് ഡിസോണേർഡ് ആയി അല്ലെ, ചെക്ക് ക്യാൻസൽ ആയി. അപ്പൊ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് തിരിച്ചു നൽകും. അപ്പൊ എങ്ങനെ ജേർണൽ എൻട്രി പറയാം, രാജ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എമൗണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന 50,000 ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് നൽകിയിട്ടുണ്ട് അല്ലേ, ആ 50,000 ആണ് നൽകേണ്ടത്. അപ്പൊ ഇതിൽ ഇത്രയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് റൂൾ നോക്കി എല്ലാ ജേർണൽ എൻട്രീസും ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്